ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 4G നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നിലവിൽ വണ്ടി വരുമ്പോൾ വണ്ടിക്ക് ഒരു ക്ലച്ച് സൈഡിൽ നിന്ന് ഒരു മുഴക്ക് സൗണ്ടായിട്ടാണ് വന്നിരുന്നത്. അതായത് ശരിക്കും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന സൗണ്ട് എങ്ങനെയാണോ അതേപോലത്തെ ഒരു സൗണ്ടോട് കൂടിയിട്ടാണ് വണ്ടി വന്നിരുന്നത്. ക്ലച്ച് സൈഡിൽ നിന്നാണ് കംപ്ലയിൻറ്റ്. നമ്മൾ കയറ്റി ക്ലച്ച് സൈഡ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ സംഭവിച്ചേണ്ട കേസ് ഈ പി സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് പൊട്ടിപ്പോയി. പൊട്ടിയിട്ട് ഈ റോളറിൻ്റെ ഗ്യാപ്പിലേക്ക് പോയിട്ട് റോളർ ശരിക്കും എക്സ്പാൻഡായിട്ട് നിന്നു. അപ്പോൾ ബെൽറ്റ് ലോഡായതാണ് കംപ്ലയിൻ്റ് ആവാനുള്ള കാരണം. അപ്പോൾ കാര്യം ഒരു 100 രൂപയുടെ ബുഷാണ് പോയേക്കണേ. ഏകദേശം ഒരു 70-75 രൂപ എങ്ങാണ്ടാണ് ഈ റേറ്റ് ഇതിന് വരാം. പക്ഷേ അതുമൂലം നമുക്ക് അതിൻ്റെ ഈ റോളറുകളൊക്കെ ഡാമേജ് വന്നത്, ഈ സൈഡൊക്കെ റോളറൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. ഈ സൈഡൊക്കെ പോയി ചെത്തിപ്പോയി ശരിക്കും. തന്നെയല്ല നമുക്ക് അതിൻ്റെ ഓൾറെഡി ഈ വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവിനും ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ചെറിയ കംപ്ലയിൻ്റ് അല്ല, ഒരല്പം ഫ്രീ പ്ലേ കാണിക്കുന്നുണ്ട്. തന്നെയല്ല നമുക്ക് അതിൻ്റെ ഈ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ഐറ്റം പോയിട്ട് ആ ബുഷ് പൊട്ടിപ്പോയിട്ട് ഇവിടേക്ക് വന്നടിച്ച് ചെറിയ സ്റ്റെപ്പ് പോലെ ആയി എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്നൊരു സ്റ്റേജിലേക്ക് ആയി. അപ്പോൾ നമുക്ക് ഈ കംപ്ലയിൻറ്റ് മാറാനായിട്ട് മാറ്റേണ്ടി വരുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ അലുമിനിയം വീല് മാറണം, പിന്നെ അതിൻ്റെ ഈ ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് മാറണം, പിന്നെ ഈ റോളറുകളെല്ലാം തന്നെ ഡാമേജ്, എല്ലാ സൈഡ് ചെത്തിപ്പോയേക്കാണ്. അപ്പോൾ ആ റോളർ മാറ്റിയിടണം, ഈ കാരണക്കാരനായ ഈ വി ബുഷ് മാറ്റാം. പിന്നെ ഈ സൈഡ് അഴിക്കുമ്പോൾ ഇവിടെ ഒരു ഓയിൽ സീൽ ലീക്ക് തുടങ്ങി ആരംഭമാണ്, നമുക്ക് പുറത്തേക്ക് കണ്ടു തുടങ്ങിയിട്ടില്ല. അപ്പോൾ കൈയോടെ ആ ഓയിൽ സീൽ മാറ്റി ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് ഞാൻ ഭാഗം ഓക്കെ ആയിക്കോളും. നിലവിൽ അതിൻ്റെ കംപ്ലയിൻ്റാണ്, വേറെ മേജറായിട്ടുള്ള പ്രശ്നമില്ല. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കി ഡീറ്റെയിൽസ് വാട്സാപ്പിലിടാം. പിന്നെ വണ്ടി നമ്മളുണ്ടല്ലോ ഓടിക്കാനായിട്ട് ശ്രമിച്ച് സൗണ്ടുള്ള കാരണം ഞാൻ കാര്യമായിട്ട് ദീർഘദൂരമൊന്നും പോയില്ല. പക്ഷേ ബ്രേക്ക് കംഫർട്ടബിൾ അല്ല. വേറെ ഒന്നും ചെയ്തില്ല, ആ ബ്രേക്കും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് പോകണം. നല്ലതാണ്. ബ്രേക്ക് ഇത്രയും കാണിക്കുന്നുണ്ടെങ്കിലും വണ്ടി ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നില്ല. അതിൻ്റെ കാരണം നോക്കിക്കോ, നിലവിൽ ലൈനർ ബാക്കിലത്തെ തീർന്ന് നിൽക്കുകയാണ്. കേബിള് ഓൾറെഡി ഔട്ടർ വലിഞ്ഞ് ടൈറ്റ് ആയേക്കാം. അതായത് ബാക്കിലത്തെ മാത്രമല്ല ഫ്രണ്ടിലത്തെയും അത് തന്നെയാണ് അവസ്ഥ കേട്ടോ. ഇതേ കേബിളും ഇവിടെ ഔട്ടർ ലോഡായിട്ട് നിൽക്കുന്നുണ്ട്. നിലവിൽ ഈ കംപ്ലയിൻറ്റ് നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് ചെയ്തു പോണതായിരിക്കും ബെറ്റർ കേട്ടോ. ഞാൻ അതിൻ്റെ ബ്രേക്ക് ലൈനർ, ഇപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറും മാറ്റി ഈ വീല് ബ്രേക്ക് കേബിളും മാറ്റി ചെയ്തു പോവുകയാണെങ്കിൽ ഏകദേശം അത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതും കൂടി ഞാൻ ഈ ഇടുന്ന എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, നമുക്ക് ഈ പറഞ്ഞ വർക്ക് മാത്രം ചെയ്യാം. പക്ഷേ ഞാൻ ഓടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് കണ്ടതുകൊണ്ട് ഞാൻ ശ്രദ്ധപ്പെടുത്തിയെന്നുള്ളൂ. പിന്നെ ഫ്രണ്ട് അഴിക്കണ സമയത്ത് ഇതിൻ്റെ ബുഷോ കാര്യങ്ങൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതും കൂടിയും കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഞാൻ അതിനകത്ത് ഈ ഗ്രീൻ ബുഷ് ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷ് മാത്രം ഉൾപ്പെടുത്താം. പിന്നെ 2 ബ്രേക്കിൻ്റെ കേബിൾ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ ഇടാം. അപ്പോൾ ബ്രേക്ക് ലൈനർ ഞാൻ 2 ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഇത് ഫ്രണ്ടിൽ നമുക്ക് ഉപയോഗിക്കാനുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ഇടാം. ബാക്കിലത്തെ എന്തെങ്കിലും മാറ്റേണ്ടി വരും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ക്ലച്ചിനകത്ത് തന്നെ വീലുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഇടാം. എന്നിട്ട് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. കോൺസെപ്റ്റൊക്കെ ഫ്രണ്ട് കംപ്ലയിൻ്റ് ആണ്, ഗട്ടറൊക്കെ ചാടുമ്പോൾ ഇത് കിടന്ന് നല്ല ഇളക്കാണ് കേട്ടോ. അതൊന്നും ഇപ്പോൾ നിലവിൽ ചെയ്യുന്നില്ല, ഈ പറഞ്ഞിരിക്കുന്നതിൽ അതൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ ഈ ബ്രേക്കിൻ്റെ കേസ് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ആയതുകൊണ്ട് ഞാനത് കാണിച്ചു എന്നുള്ളൂ. ഇനി അതല്ല, വീഡിയോ കണ്ടതിന് ശേഷം ബ്രേക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് മാത്രം ചെയ്യാം. എന്തായാലും ബ്രേക്ക് നമുക്ക് ആവശ്യമായതുകൊണ്ട് ഞാൻ എസ്റ്റിമേറ്റ് കാണിക്കണമെന്നുള്ളൂ. എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം, നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.